വിജ്ഞാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് യാത്രകൾ. നമ്മൾ പോലും അറിയാതെ പല അറിവുകളും യാത്രകളിലൂടെ ലഭിക്കാറുണ്ട്. സന്ദർശിച്ച സ്ഥലങ്ങളെക്കുറിച്ച് പലരോടും വാതോരാതെ നമ്മളെല്ലാം സംസാരിക്കാറുണ്ട്. അതിനുള്ള കാരണം ആ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് കിട്ടിയ അറിവ് തന്നെയാണ്. സ്ഥലങ്ങളും അവിടെയുള്ള ആളുകളും അവരുടെ ജീവിത രീതികളും അവർ കഴിക്കുന്ന ആഹാരങ്ങളും കലാരൂപങ്ങളും എല്ലാം യാത്രകൾ വഴി നേരിട്ട് കണ്ടനുഭവിച്ച വിജ്ഞാനം തന്നെയാണ്. അവയിൽ ചിലതെല്ലാം നമ്മളെ ഏറെക്കുറെ സ്വാധീനിക്കാറുണ്ട്. പാലക്കാട് ജില്ലയിൽ അധികം അറിയപ്പെടാത്ത മനോഹരമായ ഒരു ഗ്രാമമാണ് മാത്തൂർ. നോക്കെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായ പാലക്കാടൻ ഗ്രാമം. വളരെ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മാത്തൂർ ഒരു സ്വർഗം തന്നെയാണ്. വാക്കുകൾക്കപ്പുറത്താണ് ഈ നാടിൻ്റെ ഭംഗി. ആധുനിക ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ അധികം എത്തിപ്പെടാത്ത ഒരു ഗ്രാമം. ഗ്രാമീണ ജീവിതത്തിൻ്റെ ആത്മാർത്ഥമായ നേർക്കാഴ്ച ഇവിടെ വന്നാൽ കാണാൻ കഴിയും. കുറേ നല്ല കലാകാരന്മാരുള്ള നാടുകൂടിയാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തൂർ എന്ന ഈ കൊച്ചു ഗ്രാമം. നെൽപ്പാടങ്ങളും പഴയ തറവാടുകളും അമ്പലങ്ങളും കേരളത്തിൻ്റെ തനതായ പാലക്കാടൻ ഗ്രാമഭംഗി ഇവിടെ വന്നാൽ കാണാൻ കഴിയും. എൻ്റെ നാടായ മാത്തൂരിനെക്കുറിച്ച് ഇതിനു മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ പണ്ട് നടന്ന വഴികളിലൂടെ ഒന്നുകൂടി നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ വീഡിയോയാണിത്. ഒരുപാട് സമയമൊന്നും എനിക്കിവിടെ കിട്ടിയില്ല. ഗ്രാമം എന്നോർക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിനകത്തൊരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രത്തിനെ ഓർമ്മപ്പെടുത്തും രീതിയിലുള്ള കാഴ്ചകളായിരുന്നു ഞാനിവിടെ കണ്ടത്. ഈ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു ക്ഷേത്രമാണിത്. ആളും ബഹളമൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ക്ഷേത്രം. ആലിൽ നിന്നടിക്കുന്ന നല്ല തണുത്ത കാറ്റും ഇവിടുത്തെ കാഴ്ചകളും മനസ്സിന് നല്ല സന്തോഷം പകർന്നു തരുന്നുണ്ട്. പഴമയുടെ ആ നാടൻ ഭംഗി ഇവിടെ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു സാധാരണ കാഴ്ചക്കാരനെ പോലെ ഈ സ്ഥലം മുഴുവനായി കാണാം. മാത്തൂരിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇവിടുത്തെ ചരിത്രം, ഇവിടുത്തെ ഐതിഹ്യം, ഇവിടുത്തെ ഉത്സവങ്ങൾ. പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിൽ ഒരുപാട് സ്നേഹമുള്ളവരാണ്. ഒരാവശ്യം എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ നമുക്ക് വേണ്ടി ഓടിവരും. ഇവിടെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് പഴയ തറവാടുകൾ ആൾതാമസമില്ലാതെ പൂട്ടിയിട്ട് നശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണക്കാർ ഈ നാട്ടുകാർ തന്നെയാണ്. അതിൽ ഞാനും പെടും. നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ അത് സംരക്ഷിക്കാൻ പറ്റും. അത് ഈ മാത്തൂരിലെ മാത്രം അവസ്ഥയല്ല, പാലക്കാടുള്ള എല്ലാ ഗ്രാമങ്ങളിലും ഉള്ള അവസ്ഥയാണ്. തനതായ ഒരു ഗ്രാമപ്രദേശത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് ഇതുവഴി പോകുമ്പോൾ. ഇവിടെ ഇപ്പോഴും പല വീടുകൾക്ക് ചുറ്റും മുള കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നത് കാണാം. ഒരു പ്ലാനുമില്ലാതെ മാപ്പോ GPS ഇല്ലാതെ കാറ്റും കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള ഈ യാത്ര ഒരു സുഖമുള്ളത് തന്നെയാണ്. ആകെ നമ്മൾ തീരുമാനിക്കേണ്ടത് ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ സ്ട്രെയിറ്റ് പോകണോ എന്നുള്ളത് മാത്രമാണ്. അതിൽ പരിചയമില്ലാത്ത റോഡാണ് എടുക്കുന്നെങ്കിൽ പുതുമയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനും പറ്റും. ആളും ബഹളമൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു ക്ഷേത്രം. അമ്പലത്തിനകത്തേക്ക് ഞാൻ ഏതായാലും കയറുന്നില്ല. നമുക്ക് പുറത്തുനിന്ന് കാഴ്ചകൾ കാണാം. പഴമയുടെ പ്രതീകമായ ഒരു അമ്പലം. ഇവിടുത്തെ ഐതിഹ്യവും അറിയില്ല, ചരിത്രവും അറിയില്ല. എന്നിരുന്നാലും ഒറ്റനോട്ടത്തിൽ തന്നെ എല്ലാവർക്കും ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലമാണിത് എന്ന്. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായി ഒരു ചെറിയ കുളവും നമുക്ക് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ ഈ നാട്ടിൽ പുനരുദ്ധാരണം ചെയ്ത പഴയ ക്ഷേത്രങ്ങൾ പഴമയുടെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്തായാലും പുനരുദ്ധാരണം വേണം. പക്ഷേ അതൊരിക്കലും ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടാവരുത്. അധികം ആളും ബഹളമൊന്നുമില്ലാത്ത ശാന്തമായൊരു സ്ഥലം. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പച്ചപ്പ് തന്നെയാണ്. ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശങ്ങൾ തേടി ഇറങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായും ഈ സ്ഥലം കൺസിഡർ ചെയ്യണം. പഴമയും കേരളത്തനിമയും ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും ഈ സ്ഥലവും ഇഷ്ടപ്പെടും. നാടിനെ സ്നേഹിക്കുന്ന ഏത് മലയാളിയും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എത്ര ഭംഗിയുള്ള സ്ഥലം കണ്ടാലും അത് കേരളമായി താരതമ്യം ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള മനോഹരമായ സ്ഥലം തന്നെയാണ് ഇതിനുള്ള കാരണം. തിരക്ക് പിടിച്ച ജീവിതവും കമ്പ്യൂട്ടറും മൊബൈലുമെല്ലാം മാറ്റിവെച്ച് ഇടയ്ക്കിടെ ഇതുപോലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഇതിനു മുൻപ് ചെയ്ത പല വീഡിയോസിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു സ്ഥലത്തെക്കുറിച്ച് അറിയണമെങ്കിലും ആ നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടുത്തെ ഈ കാഴ്ചകൾ അതുതന്നെയാണ് ഉറപ്പുവരുത്തുന്നത്.
നമ്മുടെ അടുത്ത സ്റ്റോപ്പിനുള്ള സമയമായി. മന്നംമുള്ളി ഭഗവതി ക്ഷേത്രം. തലയുയർത്തി നിൽക്കുന്ന വലിയൊരു ആൽമരവും ആ തണലിൽ നിൽക്കുന്ന ചെറിയൊരു ക്ഷേത്രവും. ഗ്രാമപശ്ചാത്തലത്തിലുള്ള സിനിമകളിലെല്ലാം കണ്ടുവരുന്ന പോലൊരു സ്ഥലം. ശാന്തമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ക്ഷേത്രം. ഈ കാഴ്ചകൾ ചുറ്റി കാണുന്നതിൻ്റെ കൂടെ ഈ ചുറ്റുപാടിലെ ആളുകളെയും കൂടെ കാണുക, അവരുമായി സംസാരിക്കുക, കൃഷിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്നാൽ ചെയ്യാൻ കഴിയും. പ്രകൃതിയോടിണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമായത്. പഴമയെ പുതിയതായി സൂക്ഷിച്ച് പുതിയതിനേക്കാൾ പുതുമയുള്ളതായി അത് തോന്നാറുണ്ട്. പുനരുദ്ധാരണം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നാലും പഴമയായി നിലനിർത്താൻ ഇവിടെയുള്ളവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ടറിയാൻ കഴിഞ്ഞില്ല. പ്രകൃതി രമണീയമായ ഇവിടുത്തെ ചുറ്റുപാടും ശാന്തമായൊരു അന്തരീക്ഷവും ഇവിടെ വരുന്ന എല്ലാവരും ഈ സ്ഥലം ഉറപ്പായും ഇഷ്ടപ്പെടും. മനോഹരമായ കാഴ്ചകൾക്ക് മുന്നിൽ ജാതിയും മതമൊന്നുമില്ല. ഇതൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹമുള്ള ഏതൊരു മനുഷ്യനും ഇതെല്ലാം കാണാനും ആസ്വദിക്കാനുമുള്ള അവകാശമുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യതയാണ്. അത് നമ്മളൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഒരാളുടെ വിശ്വാസത്തെ നമ്മളൊരിക്കലും ചോദ്യം ചെയ്യാനും ശ്രമിക്കരുത്. നമ്മുടെ വിശ്വാസം ബാക്കിയുള്ളവരും നിർബന്ധമായി പിന്തുടരണം എന്നാഗ്രഹിക്കുന്നത് തന്നെ ഒരു സ്വാർത്ഥതയാണ്. പാലക്കാടൻ വഴികളിലൂടെയുള്ള കാഴ്ചകൾ എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കാറുണ്ട്. ജനിച്ച നാൾ തൊട്ട് യാത്ര ചെയ്ത വഴികളാണിവയെല്ലാം. എന്നാലും എന്നും പുതുമയോടുകൂടിയാണ് ഈ വഴിയിലെ കാഴ്ചകളെല്ലാം നോക്കിക്കാണാറ്. ഈ വഴിയിൽ കൂടെ നെൽപ്പാടങ്ങളും ചെറിയ അരുവികളും പുഴകളും ചായക്കടകളും കാണാൻ കഴിയും. മഴക്കാലത്ത് മാത്രമല്ല, വേനൽക്കാലത്തും ഈ വഴിയിലെല്ലാം പച്ചപ്പ് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് പാലക്കാടിനെ കേരളത്തിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്നത് എന്ന് ഈ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത്രയേറെ നെൽപ്പാടങ്ങളാണ് പോകുന്ന വഴിയിലെല്ലാം. കേരളത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലുള്ള ചില സ്ഥലങ്ങൾ എപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ അപ്രതീക്ഷിതമായാണ് എത്തിപ്പെടാറ്. കാരണം അതുപോലുള്ള പല സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന സ്ഥലങ്ങളായിരിക്കും. ടൂറിസ്റ്റുകളൊന്നും അധികം പോവാത്ത സ്ഥലങ്ങൾ. ഇനിയും ഒരുപാട് വർഷം ഈ സ്ഥലം ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. പുതിയൊരു പാലക്കാടൻ കാഴ്ചകളുമായി ഉടൻ തന്നെ തിരിച്ചു വരും.